ഹായ് ഓൾ, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? കുറേ ആയില്ലേ നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്തിട്ട്. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ എല്ലാം പുറകിലുള്ള ഓട്ടം ആയിരുന്നു. വീഡിയോസൊക്കെ കുറേ കുറഞ്ഞു. പിന്നെ നമ്മൾ അന്നിട്ടൊരു വീഡിയോ ഉണ്ട്, യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകൾ കണ്ടു. ഒരുപാട് സന്തോഷം. അതിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, യൂട്യൂബ് ചാനലിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. ആ വീഡിയോ അത്ര നല്ല റീച്ചായത് കൊണ്ടാണ് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാനും കാര്യങ്ങളൊക്കെ. അതൊക്കെ കേട്ടപ്പോൾ ഒന്നും കൂടി നമുക്ക് ഒരുപാട് സന്തോഷമാണ്, വീഡിയോസ് ഇനിയും ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള കണ്ടൻറ്റുകൾ ഇനി നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. കുറേ പേര് ചോദിക്കുന്നുണ്ട് യൂട്യൂബിൻ്റെ മൈക്ക്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത മൈക്ക്, അതേപോലെ തന്നെ വീഡിയോസ് തമ്മിൽ എഡിറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനി വരും വീഡിയോകൾ കുറച്ചായിട്ട് പറഞ്ഞു പോകും. അപ്പോൾ ഞാൻ ചെറിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്, നമ്മുടെ ഹെഡ് മസാജറിനെ പറ്റിയിട്ട്. ഞാനത് ഫ്ലിപ്കാർട്ടിലാണ് ഓർഡർ ചെയ്തത്. അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണിത്. കാരണം അൺബോക്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളോട് സമാധാനത്തിന് വേണ്ടി ഞാൻ പഴയതല്ല, ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് പിന്നെ ഇത് റിവ്യൂവും കൂടിയാണ്. ഏകദേശം ഒരു 2 ആഴ്ചയായി ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം കളയാണ്ട് വെച്ചതാണ്. നമ്മൾ റിവ്യൂ ചെയ്യാം, ഇതിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ബോക്സും കാര്യങ്ങളെല്ലാം ഒന്ന് കളയാണ്ട് വെച്ചതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. പ്ലാസ്റ്റിക് പാക്കിങ് എല്ലാം അടിപൊളിയാണ് കേട്ടോ, കുഴപ്പങ്ങളൊന്നുമില്ല. സ്മാർട്ട് സ്കാൽപ്പ് മസാജർ, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകമായിട്ട് കമ്പനി പേരോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഞാനപ്പോൾ ജസ്റ്റ് ക്വാളിറ്റി ഉള്ളത് വാങ്ങുന്നതിന് മുമ്പ് ഇതൊന്ന് വാങ്ങി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ലതാണോ എങ്ങനെയെന്ന് അറിയണമല്ലോ. എന്നിട്ട് നമുക്ക് ഇത്തിരി റേറ്റ് കൂടി ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 438 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കാം. ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് സ്പോഞ്ചിൻ്റെ ഒരു കവറിങ് ആണ്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മസാജർ എത്തി. ഇതാണ് നമ്മുടെ മസാജർ, കാണിച്ചു തരാം. നമ്മുടെ USB കേബിളാണ്. അതിലൊന്നുമില്ല. പിന്നെ നമ്മുടെ യൂസർ മാനുവൽ, പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു റേറ്റിംഗ് കാർഡാണ്. എന്താണ് ഇതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മസാജർ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം. വാറൻറ്റി കാർഡുണ്ട്. നമുക്ക് 1 year ആണ് വാറൻറ്റി ഇതിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഫ്ലിപ്കാർട്ട് നോക്കിയപ്പോൾ വാറൻറ്റി കൃത്യമായിട്ട് എനിക്ക് കണ്ടില്ല. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചതിന് ശേഷം നോക്കിയപ്പോഴാണ് കണ്ടത്. മസാജർ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ ക്വാളിറ്റി സംഭവമില്ല. പുറമേ ഉള്ള കാര്യം കവറിങ്ങിനൊന്നും അധികം ക്വാളിറ്റി ഇല്ല. പ്ലാസ്റ്റിക്കാണ്, ചിലപ്പോൾ നിലത്ത് വേണം പൊട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ചാർജിങ് കേബിൾ വരുന്നത് ഇത് ബാക്ക് സൈഡിലാണ്. ഇത് നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാലാണ് ഇത് വർക്കാവുക. ഇതിന് 3 മോഡുണ്ട്. ലോങ് പ്രസ് ചെയ്തപ്പോഴാണ് വർക്ക് ചെയ്തത്. ഇത് ഏറ്റവും ഫാസ്റ്റ് മോഡിലാണ് ഇപ്പോൾ വർക്കായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിതിൽ കൊടുത്തിരിക്കുന്ന റെഡ് ലൈറ്റ് ആണ്. അതിന് റെഡ് ലൈറ്റ് തെറാപ്പി എന്നൊക്കെ പറയും. നല്ലതാണ്. നമ്മുടെ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാനും നല്ലതാണ്. പിന്നെ ഇതിന് 3 മോഡാണെന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ മോഡ് ഇത് നല്ല ഹൈ സ്പീഡാണ്. സെക്കൻഡ് മോഡ് ഇത്തിരി മീഡിയം ആണ്. തേർഡ് മോഡ് ഭയങ്കര ലോ ആണ്. ഈ 3 മോഡിലാണ് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ 2 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് ഓഫ് ആവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മൊബൈൽ കേബിൾ അല്ലെങ്കിൽ മൊബൈൽ ചാർജർ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യരുത്. ഇതിൻ്റെ അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ വരുന്നതല്ല, എനിക്ക് സെപ്പറേറ്റ് ഉണ്ടായിരുന്നതാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ മൊബൈൽ ഷോപ്പിൽ പോയി ചോദിച്ചാൽ കിട്ടും. 1.5 ആംപിയറിൻ്റെയാണ് ഈ ചാർജിങ്. അതായത് നമ്മുടെ ഈ മസാജറും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്മാർട്ട് വാച്ച് അങ്ങനെയുള്ള നമ്മുടെ ഇയർപോഡുകൾ അതെല്ലാം ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ആംപിയറിൻ്റെയാണ് വാങ്ങിക്കുന്നത്. 1 ആംപിയർ അല്ലെങ്കിൽ 1.5 കുഴപ്പമില്ല. അതായത് 5 വാട്ടിൻ്റെ.
ഇതാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ ചാർജറിൽ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി ഡ്രെയിൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രൊഡക്റ്റ് ഒരുപാട് കാലം നിൽക്കില്ല, പെട്ടെന്ന് തന്നെ ബാറ്ററി ഡൗൺ ആവും. അപ്പോൾ മാക്സിമം ഇത് ശ്രദ്ധിക്കുക, ഇത് വാങ്ങാനായിട്ട് ഈ ചാർജ് അഡാപ്റ്റർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ചാർജിങ് കേബിൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് തന്നെ കൊടുക്കുക. നമ്മുടെ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വാട്ട് കൂടിയതാണ്. അതെല്ലാം നമ്മുടെ ഈ ചെറിയ സാധനങ്ങൾക്ക് ചെറിയ ബോർഡാണ് ഇതിനൊക്കെ വരുന്നത് അല്ലേ. ഇതിൻ്റെ ചാർജിങ് ബാറ്ററി ആണെങ്കിൽ വളരെ കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ അത് ഹൈ പ്രഷറിലേക്ക് ചാർജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്, സാധനം പെട്ടെന്ന് തന്നെ പോയി കിട്ടും. പിന്നെ ഇത് നമുക്ക് ക്ലീൻ ആകുന്ന സമയത്ത് ഇതിൻ്റെ ബുഷുകൾ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും. ആ ബുഷ് അഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. അതേപോലെ തന്നെയാണ് ഇതും. ഒരുപാട് വലിക്കണം. ഞാൻ ഫസ്റ്റ് ടൈം ക്ലീൻ ചെയ്യുമ്പോൾ ഒത്തിരി വലിച്ചിരുന്നു ഒരുപാട്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ തള്ളി വരും. എന്നാലും കുഴപ്പമില്ല, കാണിച്ചു തരാം. ഇങ്ങനെ തള്ളി വരും. ഇങ്ങനെ തള്ളി വരുന്ന സമയത്ത് ചിലപ്പോൾ അപ്പം വലിച്ചാലും കിട്ടില്ല. അപ്പം വലിച്ചാലും കിട്ടിയില്ലെങ്കിൽ കയ്യോടെ ഇങ്ങനെ പിടിച്ച് വലിക്കരുത്. നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കും. ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ കുറഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ നിന്ന് വലിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മൊത്തത്തിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയൊക്കെ പൊട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. റബ്ബറിൻ്റെ ഇത് പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഇതിങ്ങനെ വലിക്കാം. അതേപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇത് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിപ്പോൾ കാണിച്ചു തരാം. പിന്നെ അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഇടുന്നത് ഇങ്ങനെയാണ്. ജസ്റ്റ് നമ്മുടെ ഇത് ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന ഒരു ആംഗിളാണല്ലോ. അതാ ഇപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു. ഇതിപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാനൊന്ന് ഓഫാക്കി. നമ്മൾ മുമ്പേ ഓഫ് ആക്കില്ല. അപ്പോൾ ഇത് ഏത് ആംഗിളിലാണ് ഈ സാധനങ്ങൾ കിടക്കുന്നത് അതിൻ്റെ ഡയറക്ഷനിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വലിച്ച് പ്രസ് ചെയ്യരുത്. ചിലപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏത് ഇതിലാണ് കിടക്കുന്നത് അതിൽ പിടിക്കുക. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. കഴിഞ്ഞു. ഒരുപാട് പ്രസ്സിങ് വേണ്ട, അതവിടെ പിടിക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതുപോലെ തന്നെ ഇതും പ്രസ് ചെയ്യുക. ഇതും ഓക്കെയാണ്. ഇപ്പോൾ ഇതാകുമ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വർക്കാവും. വീഡിയോ അല്ല, ഹെഡ് മസാജർ വർക്കാവും. ഓക്കെയാണ്. പിന്നെ ചാർജിങ്ങിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രീനാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ചാർജ് കഴിയാറാവുന്ന സമയത്ത് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കത്തിക്കൊണ്ടിരിക്കും. ഗ്രീൻ തന്നെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം നമുക്കിത് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്യുന്ന സമയത്ത് ഗ്രീനിന് പകരം ഇവിടെ റെഡാണ് കത്തുക. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഗ്രീൻ തന്നെ കത്തും. പിന്നെ ഇത് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. കാരണം അങ്ങനത്തെ സിസ്റ്റം വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഈ പ്രൊഡക്റ്റ് എവിടെയെങ്കിലും വെച്ച് മറക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലിയിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഹെയറിലൊക്കെ ചെയ്തതിന് ശേഷം നിലത്തൂടെ വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് 10 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, ഇത് ബാറ്ററി കഴിഞ്ഞാണെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി തന്നെ ഇങ്ങനെ ഓഫായി നിൽക്കും. അപ്പോൾ നമുക്ക് ഇനിയും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹെഡ് മസാജർ ഇങ്ങനെ തലയിലും നമ്മുടെ ബിയർഡിലും യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ബിയർഡിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബിയർഡ് ഗ്രോത്തിന് നല്ലതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരുപാട് പ്രഷർ ഇങ്ങനെ കൊടുക്കാനായിട്ട് പാടില്ല. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകാനേ പാടുള്ളൂ. ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ മോട്ടറിൻ്റെ സൈഡിലുള്ള ഈ സംഭവം പൊട്ടാനും അതുപോലെ തന്നെ ബ്രഷുകൾ പെട്ടെന്ന് വളഞ്ഞു പോകാനായിട്ട് നല്ല സാധ്യത. ഇത് ചെറിയൊരു പ്രഷറിൽ മാത്രം ചെയ്യുക. പിന്നെ തലയിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഞാൻ മുടി വെട്ടിയത് കൊണ്ട് എനിക്ക് നല്ല ഓക്കെയാണ്. അതുപോലെ നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് അധികം ഒരു ഇത് കിട്ടുന്നില്ല, നമുക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ഫസ്റ്റ് മോഡ് തന്നെ ഇടുക. നല്ല സ്പീഡിലായിരിക്കും, അത് അത്യാവശ്യം പ്രഷറുണ്ട്. നമ്മൾ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഒരുപാട് ലോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് എഫക്റ്റ് അധികം ചെയ്യില്ല, നല്ല മുടി ഉള്ളവർക്ക് പെട്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് മോഡിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഫസ്റ്റ് മോഡിൽ ചെയ്യുന്ന സമയത്ത് നല്ല പ്രഷർ അത്യാവശ്യം കിട്ടും. അതുപോലെ നമ്മൾ താടിയിൽ ബിയർഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് മോഡ് ഇടണ്ട. കാരണം അത് കൂടുതൽ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പെയിൻ വരാനും കുറേ സമയത്ത് 10-20 മിനിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഈ മാർക്കുകളൊക്കെ വരാനും ഇതായിട്ട് കുറേ തവണ ചെയ്യുമ്പോൾ ചോക്കാനൊക്കെ ആയിട്ട് സാധ്യത. അപ്പോൾ നമുക്ക് ചെയ്യാം സെക്കൻഡ് മോഡ്, തേർഡ് മോഡ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ബിയർഡൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതാണ് തേർഡ് മോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചർമ്മത്തിനും ഏറ്റവും നല്ലതാണ്, ഒരുപാട് പ്രഷറും ഇല്ല. അപ്പോൾ തേർഡ് ലിറ്ററാണ് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സമയമില്ല. ഇത് ഒറ്റ തവണ യൂസ് ചെയ്ത് 10 മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആ 10 മിനിറ്റ് തന്നെ മതി നമുക്ക് ബിയർഡ് മസാജ് ചെയ്യാനായിട്ട്. കാരണം അത്രയും നമ്മുടെ ഉള്ളൂ, അത്രയും ചെയ്താൽ മതി. ഇനി അതല്ല അതിൽ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പവർ ഓഫ് ആവും.
അപ്പോൾ വീണ്ടും ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഓണാക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ 2 തവണ മാക്സിമം പോയാൽ നമ്മൾ മസാജ് ചെയ്താൽ മതി, അതിനപ്പുറം ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത്, എന്തുപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഹെഡ് മസാജറിൻ്റെ ബുഷുകൾ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യം നമുക്കിത് കപ്പിലിട്ടിട്ട് ഇത് മുങ്ങുന്ന വരെയുള്ളൊരു വെള്ളം മാത്രം മതി നമുക്ക്. നമ്മൾ വെള്ളം എടുത്തു. ഇനി നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഷാമ്പൂ ആണ് ഞാൻ എടുക്കുന്നത്. വേറെ ഒന്നും നമ്മൾ ഡെറ്റോളോ അല്ലെങ്കിൽ സാനിറ്റൈസറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചെയ്യരുത്. കാരണം അതൊക്കെ നമ്മുടെ സിലിക്കോൺ ബ്രഷിനെ ഒരുപാട് കേടുപാടുകൾ ഉണ്ടാക്കും. കാലക്രമേണ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കാവും. അപ്പോൾ ചെറുതായിട്ട് കുറച്ച് മതി ഷാമ്പു, ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുക. പിന്നെ നമുക്കിത് ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പുവോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഉപയോഗിക്കട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അത് അത്രയ്ക്കുള്ള നമുക്ക് അഴുക്ക് ഉണ്ടാവുള്ളൂ. ഇതൊരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്തോ ഏറ്റവും നല്ലതാണ്. നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അതിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് തന്നെ വരും. അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ മുഖത്ത് തന്നെ ഒരുപാട് കുരുക്കളും കാര്യങ്ങളൊക്കെ നല്ലപോലെ വരും. അപ്പോൾ നേരെ ഇതൊരു ബ്രഷ് എടുത്തിട്ട് ഓരോന്നിങ്ങനെ ക്ലീൻ ആക്കുക. നന്നായി ഒരുപാട് അമർത്തി പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആ ബ്രഷ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിങ്ങനെ തന്നെ ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ഓരോ ബ്രഷും നമ്മൾ മാറി മാറി എടുക്കുക. കേട്ടോ, ഇങ്ങനെ ക്ലീൻ ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഞാനിപ്പോൾ വാഷ് ചെയ്താണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ രണ്ടാമത് എടുത്തത്. ഇതിപ്പോൾ എല്ലാം ഞാൻ വാഷ് ചെയ്ത് ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇന്നൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കതവിടെ വയ്ക്കാം കേട്ടോ. 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ബ്രഷുകളൊക്കെ എടുക്കാം. നമ്മുടെ ഷാമ്പൂ ഇട്ട് വെള്ളം കളയാം. നമുക്കിത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി കളയാം. നമുക്ക് ഷാമ്പൂൻ്റെ ഒരംശം പോലെ ബ്രഷിൽ ഉണ്ടാവാനായിട്ട് പാടില്ല, അത് നമുക്ക് പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബുഷുകളൊക്കെ നന്നായി ഉണങ്ങണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ വെള്ളം കയറിയിരിക്കും, നമ്മൾ പ്രസ് ചെയ്യുന്ന ഭാഗത്തൊക്കെ. അതൊക്കെ നന്നായി ഉണങ്ങി, വെയിലത്തൊന്നും വെക്കേണ്ട, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി. അതങ്ങനെ വെച്ച് ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നന്നായി ഉണങ്ങിയിട്ടോ അതിന് ശേഷം അതിലേക്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹെഡ് മസാജറിൻ്റെ റിവ്യൂസ്. ഇനി എന്തെങ്കിലും ഇതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ ചോദിക്കുക. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ വാറൻറ്റീനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നേരെ ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ 1 വർഷത്തെ വാറൻറ്റീൻ്റെ സ്ലിപ്പ് ഉണ്ട്. അതായത് ഡൗൺലോഡ് ഇൻവോയ്സ് എന്നുള്ളത് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനേറ്റവും ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ താഴെ വന്നതിൽ ഡൗൺലോഡ് ഇൻവോയ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് PDF രീതിയിൽ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ഡ്രൈവിൽ സൂക്ഷിച്ച് വയ്ക്കുക. അതായത് 1 വർഷത്തിനുള്ളിൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് അത് സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് റീഫണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ചാർജിങ്ങിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരും മറക്കണ്ട, മസ്റ്റാണ്. നമ്മൾ മൊബൈൽ ചാർജർ ഉപയോഗിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇത് ഉപയോഗിക്കരുത്, ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കരുത്. കാരണം അത് പിന്നീട് കേടുവരും. കാരണം അങ്ങനെയുള്ള സംഭവങ്ങൾ ഹൈ വോൾട്ടേജിലൊക്കെ രീതിയിൽ നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കിതിന് വാറൻറ്റി കിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കുക. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ കൂടുതൽ കാലം തന്നെ നമുക്കിത് നിൽക്കുകയും വേണം. അപ്പോൾ 1.5 അല്ലെങ്കിൽ 1 ആ രീതിയിലുള്ള ആംപിയറുള്ള ചാർജർ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ ഹെഡ് മസാജറിൻ്റെ ഇതൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുക എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി യൂട്യൂബിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.